നമസ്തേ, ജ്യോതിർമയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, മനോധർമ്മ ചാലഞ്ച്. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നറിയാമോ? അത്യാവശ്യം കുഴപ്പമില്ലാതെ പാടാനറിയാം. കുറച്ച് കീർത്തനങ്ങളും രാഗങ്ങളും ഒക്കെ കൈകാര്യം ചെയ്തുള്ള പരിചയമുണ്ട്. സ്വരസ്ഥാനങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പാടാൻ പറ്റുന്നുണ്ട്. തെറ്റുകൾ അത്യാവശ്യം കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും സ്വന്തമായിട്ട് പാടാൻ അല്ലെങ്കിൽ മനോധർമ്മം അതിനുള്ളൊരു ധൈര്യം വന്നിട്ടില്ല. നമ്മുടെ അറിവിൽ നമ്മളൊരു കോൺഫിഡൻസ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതെന്താണ് നമ്മൾ പേടിക്കുന്നതെന്ന് അറിയാമോ? മിസ്റ്റേക്സിനെ നമ്മൾ ഭയപ്പെടുന്നതുകൊണ്ടാണ്. ആ ഒരു ഭയം നമ്മളിൽ നിന്ന് മാറ്റി വെച്ചാൽ എന്തും നമുക്ക് പോസിബിളാണ്. അപ്പോൾ ഈ ഒരു ഭയം വെച്ച് നിൽക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോസ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും. ഇന്ന് ഡേ 1 ആണ്. ഞാൻ പറഞ്ഞു, പൊട്ടത്തെറ്റായിക്കോട്ടെ, മൈൻഡ് ചെയ്യരുത്. മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്താൻ പറ്റുള്ളൂ. ഇന്ന് ഡേ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ഒരു കംഫർട്ട് സ്കെയിൽ, ഒരു കംഫർട്ട് രാഗം ചൂസ് ചെയ്യുക. മയമാളവ ഗൗള നമുക്ക് തൽക്കാലം എടുക്കാം. മയമാളവ ഗൗള രാഗത്തിൽ സമ്പൂർണ്ണ സ്വരങ്ങളും ഉണ്ട്. സരേ ഗമ പദനി സനിധവ മകരേ. ശുദ്ധ ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം, കാകളി നിഷാദം. ഈ സ്വരസ്ഥാനങ്ങളാണ് ഈ രാഗത്തിലുള്ളത്. 7 നോട്ട്സും എടുക്കേണ്ട കാര്യം നമുക്കില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം? സരിഗമ 4 നോട്ട്സ് എടുക്കുക. എന്നിട്ട് അത് മാക്സിമം ഏതൊക്കെ രീതിയിൽ പാടാൻ പറ്റുമോ, ഇതെങ്ങനെ പാടാൻ നമ്മൾ പഠിച്ചിട്ടുള്ള ധാട്ടുസ്വര പ്രയോഗങ്ങൾ, ജണ്ടസ്വര പ്രയോഗങ്ങൾ, അതേപോലെ ഗോപുഛേതി, ശ്രോതോബഹേതി, ഇതെല്ലാം അപ്ലൈ ചെയ്യാം. ദീർഘസ്വരങ്ങൾ, ഇതെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ വെറും 4 നോട്ട്സ് കൊണ്ട് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഫ്രേസസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് ഫസ്റ്റ് ഡേ നമ്മുടെ ചലഞ്ച് അതാണ്. ഒരു ഉദാഹരണത്തിന് സാ മഗരേസ സമഗരേസ സമഗരേസ സമഗരേസ. അപ്പോൾ ആ ദീർഘം ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ രൂപം മാറുന്നുണ്ടോ? അതുപോലെ തന്നെ സരേഗ സമഗമരേഗ സമഗമരേഗ സരേസ സഗമഗരേസ സമഗരേസ. റിപ്പീറ്റ് വന്നോട്ടെ, മിസ്റ്റേക്സ് വന്നോട്ടെ, ചെയ്തുകൊണ്ടേയിരിക്കുക. അയ്യോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എഴുതി നോക്കുക. ഇതൊരു ഹാർഡ് കോർ ഒരു ഷെല്ലാണ്. ഈ ഷെല്ല് പൊട്ടിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ വെപ്പൺ സ്ട്രോങ് ആക്കണം. വെപ്പൺ സ്ട്രോങ് ആക്കിയിട്ട് നമ്മൾ ഹിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഷെല്ല് പൊട്ടിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള കോൺഫിഡൻസ് നമ്മൾ നേടിയെടുക്കണമെങ്കിൽ പ്രാക്ടീസ്, ത്രൂ പ്രാക്ടീസ്, കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് നമുക്കത് പറ്റും. സോ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രാക്ടീസ് ചെയ്തോളൂ.